ഡൽഹിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷം തുടരുന്നു. അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7ആയി. 160-ലധികം പേർക്ക് പരിക്കേറ്റു. 8 പേരുടെ നില ഗുരുതരമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ആവശ്യത്തിന് പോലീസുകാരില്ലാത്തത് കൊണ്ടാണ് സംഘർഷം നിയന്ത്രിക്കാനാകാത്തതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതിനിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഉന്നതതല യോഗം വിളിച്ചു. അരവിന്ദ് കെജ്രിവാളും ലഫ്റ്റനന്റ് ഗവർണറും യോഗത്തിൽ പങ്കെടുത്തു. സമാധാന ശ്രമങ്ങൾക്കായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ യോഗത്തിൽ ധാരണയായി. पुलिस वाले अपनी तरफ से कोशिश कर रहे हैं, ऐसा लग रहा था. मैं भी नीचे सबके साथ पिछले 2-3 दिन से टच में हूँ. ऐसा लग रहा था कि पुलिस की नीचे कमी नज़र आ रही थी, तो वो आश्वासन दिया है कि कोई कमी महसूस नहीं होने देंगे और जितनी ज़रूरत पड़ेगी उतनी पुलिस की वो मुहैया कराएंगे. और सब लोग इसके ऊपर पार्टी पॉलिटिक्स से उठ के सब लोग अपनी दिल्ली में शांति बहाल करने के लिए प्रयास करेंगे. കൂടുതൽ വിവരങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുകയാണ്. പ്രദീപ്, ഇപ്പോൾ സംഘർഷം നിയന്ത്രണ വിധേയമാണോ? എന്താണ് അവസ്ഥ? കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് സംഘർഷം ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല. ഒരു യുവാവിനെ, ഒരു നാട്ടുകാരനെ വെടിയേറ്റ നിലയിൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നൽകാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വടക്കിഴക്കൻ മേഖലയിൽ, ഡൽഹിയുടെ വടക്കിഴക്കൻ മേഖലയിൽ ഒന്നാകെ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു അശാന്തിയാണ് ഇപ്പോൾ പടർന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ പല മേഖലകളിലും കല്ലേറുണ്ടായി. ഒപ്പം തന്നെ പലയിടത്തും വാഹനങ്ങൾ കത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ വീടുകൾ തകർക്കുകയും ചിലയിടത്ത് വീടുകൾ കത്തിക്കുന്നവരെ ഒരു അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നതുപോലെയുള്ള, അതായത് ഞായറാഴ്ച വൈകുന്നേരം 4:30 തുടങ്ങിയ ഒരു സംഘർഷമാണ് അതിപ്പോഴും അതുപോലെ തന്നെ അയവില്ലാതെ തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും മരണസംഖ്യ ഇപ്പോൾ 7 ആയിട്ടുണ്ട്. ഒരു പോലീസുകാരനും 6 നാട്ടുകാരുമാണ് മരിച്ചത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരാൾ മരിച്ചത് വെടിയേറ്റാണ് മരിച്ചത്, കാരണം നെഞ്ചിൽ വെടിയേറ്റാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അക്രമികൾ തോക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് വളരെ കൃത്യമായുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നേർക്ക് തോക്ക് ചൂണ്ടുകയും 8 റൗണ്ടോളം വെടിയുതിർക്കുകയും ചെയ്ത ഷാറൂഖ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അയാൾ ഈ ഷഹദ്ര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുന്നു, ഈ അക്രമങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ചില സൂചനകൾ. എന്തായാലും പോലീസ് വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സന്നാഹവും ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗവും എല്ലാം തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളും ആഭ്യന്തരമന്ത്രി അമിത് ഷായും കൂടിക്കാഴ്ച നടത്തി. രണ്ട് യോഗം നടന്നു, സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിലും. ഈ യോഗങ്ങൾക്കെല്ലാം ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെ സംഘർഷത്തെ ലഘൂകരിക്കാം, നിയന്ത്രിക്കാം എന്നതാണ് തീരുമാനങ്ങൾ? ഹർഷൻ, ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേന്ദ്ര സർക്കാരിനെതിരെയും ഡൽഹി സർക്കാരിനെതിരെയും വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്ന ഒരു സമയം കൂടിയാണ്. കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ, അതായത് ഞായറാഴ്ച വൈകുന്നേരം 4:30 ഇങ്ങനെ ഒരു കല്ലേർ ഇരുഭാഗത്തു നിന്നും, അതായത് പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ കല്ലേർ തുടങ്ങിയപ്പോൾ തന്നെ അത് വളരെ കൃത്യമായി അതിൽ പോലീസ് ഇടപെട്ടില്ല, അവരെ പിരിച്ചുവിടാൻ പോലീസ് തയ്യാറായില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സംഘർഷം പടരുകയില്ലായിരുന്നു എന്ന് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു ആരോപണം ആം ആദ്മി പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. ഈ മണിക്കൂറുകൾ പിന്നിട്ട ശേഷം, അതായത് ഞായറാഴ്ച ആരംഭിച്ച സംഘർഷത്തിൽ ഇന്നാണ് അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് ഒരു ഇടപെടലിന് തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതും ഈ വിമർശനങ്ങളെല്ലാം ഉയർന്ന ഒരു സാഹചര്യത്തിൽ. എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തൻ്റെ ഔദ്യോഗിക വസതിയിൽ ഈ സംഘർഷബാധിത മേഖലകളിലെ MLA-മാരെയും ഒപ്പം ഉദ്യോഗസ്ഥരെയും എല്ലാം വിളിച്ചു ചേർത്തൊരു യോഗം ചേരുകയുണ്ടായി. ഇതിനുശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിളിച്ച യോഗത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആ യോഗം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി ഭേദം ഇല്ലാതെ, അതായത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ യോഗത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ശാന്തിയും സമാധാനവും മേഖലയിൽ നിലനിർത്തുന്നതിനും അത് പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി വളരെ കൃത്യമായ പ്രവൃത്തികൾ അവരുടെ ഭാഗത്ത്, നല്ല നടപടികൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നൊരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ഈ സുരക്ഷാ സേനയെ കൃത്യമായി നിയോഗിച്ചില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് അവിടെ സുരക്ഷാ സൈനികരുടെ എണ്ണം അല്ലെങ്കിൽ പോലീസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ആവശ്യത്തിനുള്ള സേന അവിടെ ഉണ്ട്, കൂടുതൽ സേനയെ ആവശ്യമെങ്കിൽ നിയോഗിക്കാമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ, അതായത് അമിത്ഷാ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യവും എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം പല മേഖലകളിലും ഇപ്പോഴും പോലീസോ അല്ലെങ്കിൽ സുരക്ഷാ സേനയോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്രമികൾ പല ഭാഗങ്ങളിലായി സംഘം ചേരുകയും അവർ ആ സമയത്ത് തന്നെ, അതായത് സംഘം ചേരുന്ന സമയത്ത് തന്നെ അവരെ അവിടെ നിന്ന് തുരത്താനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിച്ചുവിടാനോ ഉള്ള ഒരു ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പല മേഖലകളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹർഷൻ. പ്രദീപ്, ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കോടതി എന്തുകൊണ്ടാണ് അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്ന ആവശ്യം ഇന്ന് അംഗീകരിക്കാതിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ കൂടി കോടതിയെ ഇത് ബോധ്യപ്പെടുത്തിയില്ലേ ഹർജിക്കാരൻ? വിജയകുമാർ, ഇന്നിപ്പോൾ നമുക്കറിയാം ഷഹീൻ ബാഗ് സമരത്തിൻ്റെ ഒരു സുപ്രീം കോടതി നിയോഗിച്ച മധ്യസ്ഥൻ കൂടിയായ വജാഹത്ത് ഹബീബുള്ള അദ്ദേഹവും കൂടി ചേർന്നിട്ടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയെ ഈ വടക്കിഴക്കൻ മേഖല അവിടെ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ അടിയന്തരമായി വാദം കേൾക്കണം എന്ന് തന്നെ അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കോടതി പറഞ്ഞു നാളെ വാദം കേൾക്കാം എന്നൊരു നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നാളെ ഇക്കാര്യത്തിൽ, അതായത് അവിടെ സുരക്ഷ ഉറപ്പാക്കണം, പോലീസ് വിന്യാസം ഉണ്ടാകണം, മാത്രമല്ല അക്രമികൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണം, FIR രജിസ്റ്റർ ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവരെല്ലാവരും തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഷഹീൻ ബാഗിലെ അവിടുത്തെ സമരത്തിനും ഒരു സുരക്ഷ ഒരുക്കണം. കാരണം ഈ ഷഹീൻ ബാഗ് മാതൃകയിൽ തന്നെ ഡൽഹിയുടെ പല മേഖലകളിലും ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമരത്തിനെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കണം എന്നൊരു കാര്യം കൂടി ഈ ഹർജികളിൽ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ രാഷ്ട്രീയ വശം കൂടി ചർച്ചയാവുന്നുണ്ടല്ലോ. നേരത്തെ കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. കപിൽ മിശ്രയുടെ പ്രസംഗത്തിന് ശേഷമാണ് ഈ അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. BJP നേതാവ് കപിൽ മിശ്ര CA അനുകൂല പ്രകടനം നടത്തി. അവിടെ നടത്തിയ പ്രസംഗത്തിന് അരമണിക്കൂർ പിന്നാലെയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഏതു നിലയ്ക്കാണ്? ഹർഷൻ, ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അതായത് BJPയിലെ കപിൽ മിശ്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രകടനം നടത്തുന്നു. പ്രത്യേകിച്ചും ഈ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായ ഒരു പ്രകടനം നടത്തുന്നു. അതിൽ നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുക്കുന്നു. അതിനുശേഷം അവിടെ നടത്തിയ ഒരു പ്രസംഗം, അതായത് ഇതിനെ എതിർക്കുന്നവരെ തുരത്തി ഓടിക്കണം എന്ന മട്ടിൽ കപിൽ മിശ്ര നടത്തിയ പ്രസംഗം പിന്നീട് അത് ഈ ഒരു കലാപത്തിലേക്ക് അല്ലെങ്കിൽ ഈ സംഘർഷത്തിലേക്ക് വഴിമാറി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ആരോപിക്കപ്പെടുന്നത്. ഇതിന് എതിരെ, അതായത് ഈ പ്രസംഗത്തിനെതിരെ ആം ആദ്മി പാർട്ടി നേതാക്കളും ഒപ്പം കോൺഗ്രസ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കപിൽ മിശ്രയ്ക്കെതിരെ FIR എടുക്കണം, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതിനിടെയാണ് ഇന്നിപ്പോൾ BJPയിലെ തന്നെ MP ആയ ഗൗതം ഗംഭീർ കപിൽ മിശ്രയ്ക്കെതിരെ ചില വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഒരു കാരണവശാലും ഭൂഷണമല്ല എന്നുള്ളതാണ് ഗൗതം ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നും, പ്രത്യേകിച്ചും ഈ സമുദായങ്ങളെ ഇളക്കിവിടുന്ന രീതിയിലുള്ള ഈ പരാമർശങ്ങൾ ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് ഗൗതം ഗംഭീറിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കപിൽ മിശ്രയ്ക്കെതിരെ ഒരു എതിർ സ്വരം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതേസമയം തന്നെ കോൺഗ്രസും വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഒരു പത്രപ്രസ്താവന ഇറക്കുകയുണ്ടായി. അതായത് ഈ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാൻ വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൽ ഒരു കാരണവശാലും ജനങ്ങൾ വീഴരുത്, ശാന്തിയും സമാധാനവും പുലരേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായാണ് ജനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു കാരണവശാലും മറ്റ് പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെടരുത് എന്നൊരു അഭ്യർത്ഥനയും കൂടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്തായാലും ഇപ്പോഴും ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇപ്പോഴും വലിയ സജീവമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഹർഷൻ. എന്തായാലും വിജയൻ, ഈ പറയുന്ന പ്രശ്നമുണ്ട്. അതായത് BJPക്ക് ഉള്ളിൽ തന്നെ കപിൽ മിശ്രയുടെ പരാമർശങ്ങൾക്കെതിരായ നിലപാട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 7 മാസം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിയായിരുന്നു കപിൽ മിശ്ര.
വളരെ പരിമിത കാലത്തിനിടയ്ക്കാണ് BJP-യിലേക്ക് അദ്ദേഹം എത്തുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടിയിൽ ഉള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം എല്ലാക്കാലത്തും ആരോപണ വിധേയനായിരുന്നു. കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഇത്തരം വർഗീയ സ്വഭാവമുള്ള പ്രസംഗങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ കപിൽ മിശ്ര നിറഞ്ഞു നിൽക്കുകയുമായിരുന്നു അല്ലേ. ഇപ്പോൾ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതിർത്തികൾ ഇപ്പോൾ ഉത്തർപ്രദേശോ അല്ലെങ്കിൽ ഹരിയാനയിൽ നിന്നോ ഒക്കെ ഈ സംഘർഷങ്ങളിൽ പങ്കെടുക്കാൻ ആളുകൾ ഡൽഹിയിലേക്ക് വരുന്നത് ഒഴിവാക്കണം, അതിനായി അതിർത്തികളിൽ പരിശോധന അല്ലെ അതിർത്തികൾ അടയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ എന്തെടുക്കുന്നു എന്നതുകൂടി അടുത്ത മണിക്കൂറുകളിൽ പ്രധാനമാണ്. അതിനിടെ ഇപ്പോൾ ഗൗതം ഗംഭീറിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. देखिए, मेरे लिए चाहे वो कपिल मिश्रा हो, चाहे वो किसी भी पॉलिटिकल पार्टी का कोई भी व्यक्ति हो, अगर आप प्रोवोक करने वाली स्पीचेस देंगे वो बिल्कुल एक्सेप्टेबल नहीं है. उनके अगेंस्ट भी स्ट्रिक्ट से स्ट्रिक्ट एक्शन होना चाहिए. मैं ये चीज़ कभी भी इसको एंडोर्स नहीं करूंगा कि आप वहाँ जाके प्रोवोक करें लोगों को, अपने लोगों को. अपने और पराये कौन है, सभी अपने. आप किसी को प्रोवोक नहीं कर सकते. अभी जो सिचुएशन है वो इतनी सेंसिटिव है, आप चाहेंगे कि बैलेंस तरीके से इसका सोल्यूशन निकले. ये नहीं कि आप जाके प्रोवोक करना शुरू कर दें. देखिए, आप प्रोवोक करके चले जाते हैं. നമുക്ക് ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വാർത്തകളിലേക്ക് പോകാം. ഇന്ത്യ അമേരിക്ക നിർണായക നയതന്ത്ര ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തിയ ഡൊണാൾഡ് ട്രംപിന് പ്രൗഢോജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. തുടർന്ന് ട്രംപും മെലാനിയയും രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. Of maintaining the lowest foreign dignitaries make it a point to come to Rajghat to pay respects to Mahatma Gandhi. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് മോദി സംയുക്ത പ്രസ്താവന അല്പസമയത്തിനകം ഉണ്ടാകും. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഇന്ന് ആണ് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാമായിരിക്കും തീരുമാനങ്ങൾ? ഈ അല്പസമയത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ഈ സംയുക്ത പ്രസ്താവനയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഹർഷൻ, ഏറ്റവും പ്രധാനമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്താനായി തീരുമാനിച്ച ഒരു കാര്യമായിരിക്കും പ്രസ്താവനയിൽ പ്രധാനമായും ഉണ്ടാവുക. അതിന് അനുബന്ധമായിട്ടുള്ള കരാറുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ വിശദീകരണം ഉണ്ടാകും. നമുക്ക് അറിയാൻ സാധിക്കുന്നത് 5 പ്രധാനപ്പെട്ട കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ 5 കരാറുകൾ ഇന്ന് ഒപ്പിടും. അതിൽ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇല്ല, മറിച്ച് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കരാറുകളായിരിക്കും ഏറെ പ്രധാനമായി ഉണ്ടാവുക. BECA അടക്കമുള്ള കരാറുകൾ ഇന്ന് ഒപ്പിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. BECA ഒപ്പിടുന്നതോടുകൂടി അമേരിക്കയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളി എന്ന പദവിയിലേക്ക് ഇന്ത്യ ഉയർത്തപ്പെടും. ഇന്ത്യക്ക് നൽകാനായി വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും അല്ലെങ്കിൽ ഏത് ധാരണകളുടെ അടിസ്ഥാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യവും വിശദീകരിക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് മുന്നോടിയായി ഊർജ്ജ മേഖലയിലടക്കം നടപ്പാക്കുന്ന കരാറുകൾ, ആ കരാറുകളെല്ലാം ഈ വ്യാപാര കരാറിന് ശേഷം നടപ്പാക്കാമെന്ന ധാരണയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി അത് വൈകിപ്പിക്കാതെ ഈ ഊർജ്ജ മേഖലയിൽ അടക്കമുള്ള കരാറുകൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ഉണ്ടാകും. ബൗദ്ധിക സ്വത്തവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഈ IT മേഖലയിലുള്ള മോഷണം എന്ന് അമേരിക്ക പറയുന്ന നടപടികൾ, അതിന് എതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണമോ അല്ലെങ്കിൽ ഈ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നടപടിയോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന അമേരിക്കയുടെ ആവശ്യമുണ്ട്. ഇതിന് ഉള്ള ഒരു അംഗീകാരവും ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യ അമേരിക്ക ചർച്ചകൾ, ഇതുവരെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് ശുഭസൂചനയാണ് ഉള്ളതെന്ന് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രിയും ഒപ്പം ട്രംപും പ്രതികരിച്ചിരുന്നു. ഒരു അമേരിക്കൻ സ്റ്റൈൽ ആണ് ഇരുവരും പിന്തുടർന്നത്. ഇരുവരും അവരുടെ മാധ്യമങ്ങളെ കാണാനായിട്ട് ആദ്യം എത്തിയ ഘട്ടത്തിൽ ഒരു അമേരിക്കൻ സ്റ്റൈൽ പിന്തുടർന്നു എന്നുള്ളത് നമുക്ക് വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറി. അല്പസമയത്തിനകം 2 രാഷ്ട്ര നേതാക്കന്മാരും സംയുക്ത പ്രസ്താവന നടത്തും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ട്രംപിൻ്റേത് ഒരു വാർത്താ സമ്മേളനം ഉണ്ട്. ആ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് അന്തിമ ആയിട്ടുള്ള വിശദീകരണം വന്നിട്ടില്ല. എങ്കിലും വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില
പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഒക്കെ ട്രംപ് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാര കരാറിലേക്ക് പോകാൻ സമയബന്ധിതമായിട്ടുള്ള നടപടി അടക്കമുള്ളവയാണ് ഇരു നേതാക്കളും തമ്മിലുള്ള യോഗത്തിൽ ധാരണയായിരിക്കുന്നത്. ഹർഷൻ, ആർക്കെ അങ്ങനെയാണെങ്കിൽ ഈ വാർത്താ സമ്മേളനം എന്നത് ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ത്യയിലെ ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളടക്കം ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് ട്രംപിന് മറുപടി പറയേണ്ടി വരും. കശ്മീർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ വിഷയത്തിലടക്കമൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതിൽ പങ്കെടുക്കുമല്ലോ. അത്തരമൊരു വാർത്താ സമ്മേളനം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനോട് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ഒരു വിയോജിപ്പോ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും വിജയൻ, അങ്ങനെ ഒരു സാഹചര്യം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താണ് നിലപാട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തും എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും 5 മണിക്ക് ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ ഉണ്ടാകും എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. അത് ഒരുപക്ഷെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടോ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും. ഇന്നലെ അഹമ്മദാബാദിൽ ഇതിന് അനുബന്ധമായി ഒരുപക്ഷെ ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ഒപ്പം വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ സാഹോദര്യത്തോടെ കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണത്തെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഇതിനനുബന്ധമായിട്ടുള്ള നിലപാടുകളായിരിക്കും അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലും വിശദീകരിക്കുക എന്നാണ് ചില ഉദ്യോഗസ്ഥർ കരുതുന്നത്. പ്രധാനമായും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം വിളിക്കാനായിട്ടുള്ള കാരണം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്, നമുക്കറിയാം, തിരഞ്ഞെടുപ്പാണ് അമേരിക്കയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് എത്തിയ ഈ ഒരു സാഹചര്യം, ഇവിടെ ലഭിച്ച സ്വീകരണം, ഇതെല്ലാം അദ്ദേഹത്തിന് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം അമേരിക്കയിൽ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ വാർത്താ സമ്മേളനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങളെയാണ് അദ്ദേഹം കാണുന്നതെങ്കിലും ലക്ഷ്യമിടുന്നത് അമേരിക്കയിലെ പ്രക്ഷേപണമാണ് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇതിനനുബന്ധമായിട്ടുള്ള ഒരു നീക്കവും ശ്രമവുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഏതായാലും വ്യാപാര കരാറിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുന്നു. അത് സമയബന്ധിതമായി നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷൻ, രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം തന്നെ എന്താണ് സംയുക്ത പ്രസ്താവന എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും വ്യക്തമാവും. മറ്റൊരു വാർത്തയിലേക്ക്. കോതമംഗലം ചെറിയ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുകൊടുക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജിക്ക് വധഭീഷണി നേരിട്ടതായി വെളിപ്പെടുത്തൽ. ഉത്തരവിട്ട തന്നെ ജീവനോടെ കത്തിക്കുമെന്ന് ഭീഷണിയുണ്ടായതായി ജസ്റ്റിസ് സുരേഷ് കുമാർ കോടതിയിൽ വെളിപ്പെടുത്തി. കോടതി ഉത്തരവ് നടപ്പാക്കാനാകാത്ത അവസ്ഥ സംസ്ഥാനത്തിന് നാണക്കേടാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഉത്തരവ് പല പള്ളികളിലും നടപ്പാക്കേണ്ടതുണ്ട്, അതിനാലാണ് കാലതാമസമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി അലക്ഷ്യ ഹർജിയിൽ എറണാകുളം ജില്ലാ കളക്ടറെ ഹൈക്കോടതി വിളിച്ചു വരുത്തി. കളക്ടർ കോടതിയെ അപമാനിക്കുകയാണെന്നാണ് വിമർശനമുണ്ടായത്. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, കളക്ടർ കോടതിയിലെത്തിയോ? എന്തെല്ലാമാണ് സംഭവിച്ചത്? ഹർഷൻ, കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളി ഏറ്റെടുക്കണമെന്ന് 3 മാസം മുൻപാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം ഉണ്ടായിരുന്നത്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും പള്ളി വിധി, ഈ കേസിൽ കോടതി വിധി നടപ്പാക്കാത്തതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയൊരു പ്രകോപനപരമായ ഒരു ഉണ്ടായത്. കാരണം കോടതി ജില്ലാ കളക്ടറോട് ഇന്ന് നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ കേസ് രാവിലെ പരിഗണിച്ചപ്പോൾ ജില്ലാ കളക്ടർ എത്താത്തത് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായി വിമർശനം ഏൽക്കേണ്ടി വന്നു. പിന്നീട് 5 മിനിറ്റിനുള്ളിൽ ജില്ലാ കളക്ടർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 11:45 ജില്ലാ കളക്ടർ എസ് സുഹാസ് കോടതിയിൽ നേരിട്ട് ഹാജരാകുകയാണ് ഉണ്ടായത്. പിന്നീട് കോടതിയിൽ ജില്ലാ കളക്ടറും കോടതിയും തമ്മിൽ നേരിട്ട് വാദങ്ങൾ ഉണ്ടായി. കാരണം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു 2 മാസമെങ്കിലും സമയം അനുവദിക്കണം ഈ കോതമംഗലം പള്ളി ഏറ്റെടുക്കാൻ. എന്നാൽ കോടതി ഇപ്പോൾ തിരിച്ചു വരാം ഈ വാർത്തയിലേക്ക്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൈദരാബാദ് ഹൗസിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം ഇരുവരുടെയും സംയുക്ത പ്രസ്താവന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടേക്കാണ് അവർ നടന്നു വരുന്നത്. അല്പസമയത്തിനകം സംയുക്ത പ്രസ്താവന ഉണ്ടാകും. എന്തെല്ലാം കാര്യങ്ങളാവും ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, എന്തെല്ലാം കരാറുകളിലേക്ക് ഇത് കടന്നിട്ടുണ്ട്, ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ ചർച്ചകൾ എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് ഇപ്പോൾ
സംയുക്ത പ്രസ്താവനയ്ക്കായി ഹൈദരാബാദ് ഹൗസിന്റെ വെളിയിലെ പുൽത്തകിടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. Your Excellency, Mr. Donald Trump, President of the United States of America, Prime Minister Shri Narendra Modi ji, Ministers, distinguished guests, ladies and gentlemen, good afternoon. Before I begin with the press event, I would like to announce the 3 documents which were concluded during the visit. First was an MOU on mental health between the Department of Health and Family Welfare of the Government of the Republic of India and the Department of Health and Human Services of the Government of the United States of America. Second was an MOU on the safety of medical products between the Central Drugs Standard Control Organization within the Directorate General of Health Services of the Ministry of Health and Family Welfare of the Republic of India and the Food and Drug Administration of the Department of Health and Human Services of the United States of America. And finally, a letter of cooperation between Indian Oil Corporation Limited and ExxonMobil India LNG Limited and Chart Industries Incorporation. I now begin the proceedings for the press event. To begin, may I request the Honorable Prime Minister of India, Shri Narendra Modi ji, to deliver his statement to the press. My friend and President of the United States, Donald Trump, respected members, ladies and gentlemen, good afternoon. राष्ट्रपति ट्रंप और उनके डेलीगेशन का Once again, a very warm welcome to President Trump and his delegation in India. I am especially really happy that he has brought his family with him on this visit. In the last 8 months, this is the 5th meeting between President Trump and myself. Yesterday, the unprecedented and historic welcome for President Trump yesterday in Motera will always be remembered. Yesterday, it became clear once again that the relations between the United States and India are not just limited to the relations between 2 governments. They are people-driven and they are people-centric. This relationship is the most important partnership of the 21st century, and therefore today President Trump and I have taken a decision to raise our partnership to the level of a comprehensive global strategic partnership. संबंधों को इस मुकाम तक लाने में राष्ट्रपति ट्रंप का अमूल्य योगदान रहा है। फ्रेंड्स, आज हमारी चर्चा में हमने इस पार्टनरशिप के हर अहम पहलू पर सकारात्मक विचार किया, चाहे वो डिफेंस एंड सिक्योरिटी हो, एनर्जी स्ट्रेटेजिक पार्टनरशिप हो, टेक्नोलॉजी कोऑपरेशन हो, ग्लोबल कनेक्टिविटी हो, ट्रेड रिलेशंस हो या फिर पीपल टू पीपल टाइज। भारत और अमेरिका के बीच बढ़ता रक्षा और सुरक्षा सहयोग हमारी स्ट्रेटेजिक पार्टनरशिप का एक बहुत अहम हिस्सा है। अत्याधुनिक रक्षा उपकरण व प्लेटफॉर्म पर सहयोग से भारत की डिफेंस क्षमता में बढ़ोतरी हुई है। हमारे डिफेंस मैन्युफैक्चरर्स एक दूसरे की सप्लाई चेन्स का हिस्सा बन रहे हैं। भारतीय फोर्सेस आज सबसे अधिक ट्रेनिंग एक्सरसाइजेज यूएसए के फोर्सेस के साथ कर रही है। पिछले कुछ सालों में हमारी सेनाओं के बीच इंटर ऑपरेबिलिटी में अनप्रेसिडेंटेड वृद्धि हुई है। फ्रेंड्स, इसी तरह हम अपने
होमलैंड्स की सुरक्षा और अंतर्राष्ट्रीय अपराध से लड़ने के लिए भी सहयोग बढ़ा रहे हैं। आज होमलैंड सिक्योरिटी पर हुए निर्णय से इस सहयोग को और बल मिलेगा। आतंक के समर्थकों को जिम्मेदार ठहराने के लिए आज हमने अपने प्रयासों को और बढ़ाने का निश्चय किया है। प्रेसिडेंट ट्रंप ने ड्रग्स और ओपियोइड क्राइसिस से लड़ाई को प्राथमिकता दी है। आज हमारे बीच ड्रग ट्रैफिकिंग, नार्को टेररिज्म और ऑर्गेनाइज क्राइम जैसी गंभीर समस्याओं के बारे में एक नए मैकेनिज्म पर भी सहमति हुई है। फ्रेंड्स, कुछ ही समय पहले स्थापित हमारी स्ट्रेटेजिक एनर्जी पार्टनरशिप सुदृढ़ होती जा रही है और इस क्षेत्र में आपसी निवेश बढ़ा है। तेल और गैस के लिए अमेरिका भारत का एक बहुत महत्वपूर्ण स्रोत बन गया है। पिछले 4 वर्षों में हमारा कुल एनर्जी व्यापार करीब $20 बिलियन रहा है। रिन्यूएबल हो या न्यूक्लियर एनर्जी, हमारे कोऑपरेशन को नई ऊर्जा मिल रही है। फ्रेंड्स, इसी तरह इंडस्ट्री 4.0 और 21st सेंचुरी की अन्य उभरती टेक्नोलॉजी, उस पर भी इंडिया यूएस पार्टनरशिप इनोवेशन और एंटरप्राइज के नए मुकाम स्थापित कर रही है। भारतीय प्रोफेशनल्स के टैलेंट ने अमेरिकी कंपनीज की टेक्नोलॉजी लीडरशिप को मजबूत किया है। फ्रेंड्स, भारत और अमेरिका आर्थिक क्षेत्र में ओपननेस और फेयर एंड बैलेंस ट्रेड के लिए प्रतिबद्ध है। पिछले 3 वर्षों में हमारे द्विपक्षीय व्यापार में डबल डिजिट ग्रोथ हुई है और वह ज्यादा संतुलित भी हुआ है। अगर एनर्जी, सिविल एयरक्राफ्ट, डिफेंस और हायर एजुकेशन ले तो पिछले 4-5 सालों में सिर्फ इन 4 सेक्टर्स ने ही भारत अमेरिका के आर्थिक संबंधों में लगभग $70 बिलियन का योगदान किया है। इसमें से काफी कुछ राष्ट्रपति ट्रंप की नीतियों और फैसलों के कारण संभव हुआ है। मुझे पूरा विश्वास है कि आने वाले समय में यह आंकड़ा काफी बढ़ जाएगा। जहां तक बायलैटरल ट्रेड का सवाल है, हमारे कॉमर्स मिनिस्टर्स के बीच सकारात्मक वार्ताएं हुई हैं। राष्ट्रपति ट्रंप और मैं आज सहमत हुए हैं कि हमारे कॉमर्स मिनिस्टर के बीच जो अंडरस्टैंडिंग बनी है उसे हमारी टीम्स लीगल रूप दें। हम एक बड़ी ट्रेड डील के लिए नेगोशिएशन शुरू करने पर भी सहमत हुए हैं। हमें आशा है कि आपसी हित में इसके अच्छे परिणाम निकलेंगे। फ्रेंड्स, वैश्विक स्तर पर भारत और अमेरिका का सहयोग हमारे समान लोकतांत्रिक मूल्यों और उद्देश्यों पर आधारित है। खासकर इंडो पैसिफिक और ग्लोबल कॉमन्स में रूल बेस्ड इंटरनेशनल ऑर्डर के लिए यह सहयोग विशेष महत्व रखता है। हम दोनों देश विश्व में कनेक्टिविटी इंफ्रास्ट्रक्चर के विकास में सस्टेनेबल एंड ट्रांसपेरेंट फाइनेंसिंग के महत्व पर सहमत है। हमारा यह आपसी तालमेल एक दूसरे के ही नहीं बल्कि विश्व के हित में है। फ्रेंड्स, भारत और अमेरिका की स्पेशल मित्रता की सबसे महत्वपूर्ण नींव हमारे पीपल टू पीपल रिलेशंस हैं, चाहे वो प्रोफेशनल्स हो या स्टूडेंट्स। यूएसए में इंडियन डायस्पोरा का इसमें सबसे बड़ा योगदान रहा है। भारत के ये एम्बेसडर्स न सिर्फ
अपने टैलेंट और परिश्रम से यूएसए की अर्थव्यवस्था में कंट्रीब्यूट कर रहे हैं, बल्कि अपने डेमोक्रेटिक वैल्यूज और समृद्ध कल्चर से अमेरिकन सोसाइटी को भी एनरिच कर रहे हैं। मैंने राष्ट्रपति ट्रंप से अनुरोध किया है कि हमारे प्रोफेशनल्स के सोशल सिक्योरिटी कंट्रीब्यूशन पर टोटलाइजेशन एग्रीमेंट को दोनों पक्ष चर्चा आगे बढ़ाएं। यह आपसी हित में होगा। फ्रेंड्स, इन सभी आयामों में हमारे रिश्तों को और मजबूत बनाने में राष्ट्रपति ट्रंप की ये यात्रा ने ऐतिहासिक भूमिका निभाई है। एक बार फिर मैं प्रेसिडेंट ट्रंप को भारत आने के लिए और भारत अमेरिका संबंधों को नई ऊंचाई पर पहुंचाने के लिए हार्दिक धन्यवाद देता हूं। थैंक यू। Well, thank you very much. And Prime Minister Modi, this has been a very special visit. Unforgettable, extraordinary. What can you say? Very, very wonderful to be with you. Thank you very much. And Melania and I have been awed by the majesty of India and the exceptional kindness and generosity of the Indian people. We'll always remember the magnificent welcome the citizens of your home state showed us upon arrival. It was a profound expression of strength and of real love. Really, it was love. And I think everybody saw that, everybody witnessed that for themselves. The First Lady and I also reflected on the memory of Mahatma Gandhi at his ashram, and this morning in Delhi, we laid a wreath in his honor. We visited one of your nation's most stunning cultural treasures, the world-famous Taj Mahal, and we look forward to continuing our visit tonight during a wonderful state banquet with President Kovind at the Presidential Palace. I know Prime Minister Modi will agree that this has been a very productive visit for both of our countries. Earlier today, we expanded our defense cooperation with agreements for India to purchase more than $3 billion of advanced American military equipment, including Apache and MH-60 Romeo helicopters, the finest in the world. These deals will enhance our joint defense capabilities as our militaries continue to train and operate side by side. In our discussions, Prime Minister Modi and I affirmed our two countries' commitment to protecting our citizens from radical Islamic terrorism. In this effort, the United States is also working productively with Pakistan to confront terrorists who operate on its soil. Together, the Prime Minister and I are revitalizing the Quad initiative with the United States, India, Australia, and Japan. Since I took office, we have held the first Quad ministerial meeting. I guess you would call it a meeting, but it seems like so much more than that, an expanded cooperation on counterterrorism, cybersecurity, and maritime security to ensure a free and open Indo-Pacific. As we deepen our partnership with India, we remember that our two countries have always been united by shared traditions of democracy and constitutions that protect freedom, individual rights, and the rule of law. During our visit, we discussed the importance of a secure 5G wireless network and the need for this emerging technology to be a tool for freedom, progress, prosperity, not to do anything where it could be even conceived as a conduit for suppression and censorship. To guarantee that the infrastructure of the future is built in a safe, transparent, and accountable manner, the United States is working with a range of partners, including Australia and Japan, to create the Blue Dot Network, a major initiative to ensure countries around the world to have access to private sector-led, sustainable, and trustworthy options for high-quality infrastructure development, and that's what's happening. Another major focus of my discussions with Prime Minister Modi is forging bilateral economic relationships that is fair and reciprocal. Our teams have made tremendous progress on a comprehensive trade agreement, and I'm optimistic we can reach a deal that will be of great importance to both countries.
Since I took office, U.S. exports to India are up nearly 60%, and exports of high-quality American energy have grown by, thank you very much, 500%. That's great. As India grows, so do its energy needs. Yesterday, ExxonMobil signed a deal to improve India's natural gas distribution network so that the U.S. can export even more LNG to India. We are pleased to be joined by the chairman of ExxonMobil LNG Market Development, Alex Volkov. Thank you, Alex, wherever you may be. Where is Alex? Is here someplace? Alex, thank you very much. Thank you very much, Alex. And the CEO of Chart Energy and Chemicals, Jillian Ivanko. Thank you very much. Thank you both. Thank you, Jillian. Thank you very much. That's a big deal, Alex, right? Can you handle it? I think so, right? It's great. To further strengthen our economic ties, the United States is pleased to announce that the U.S. International Development Finance Corporation will be establishing a permanent presence right here. America is especially committed to working with India to improve development and empower women entrepreneurs. That is why my daughter Ivanka attended the Global Entrepreneurship Summit in Hyderabad to highlight women's economic empowerment. Ivanka, please, great job you've done. Thank you very much. Thank you. We have since launched the WGDP initiative, which is now spearheading projects supporting women in the economy from New Delhi to Kolkata. In our meetings with the Prime Minister, we discussed and agreed to create a counter-narcotics working group to confront the growing threat of illicit fentanyl and opioid production. We must rid our societies of these lethal, horrible poisons. We will rid our societies of these bad drugs that are pouring in. Prime Minister Modi, we have made tremendous advances for our people over the past 2 days, and working together, I know that our two nations will continue to achieve new breakthroughs, unlock new potential, and forge even brighter futures in the years ahead. We think we're at a point where our relationship is so special with India. It has never been as good as it is right now, and I think that's because the two leaders of each country, really, we feel very strongly about each other, and we have done something that's very unique, and we've made some wonderful deals for each of our countries. Once again, we want to thank you and the entire nation of India for honoring the United States with its outstanding welcome, and I'm pleased to say that the U.S.-Indian partnership is now truly stronger than ever before. This was a great visit with a tremendous friend and a tremendous leader, Prime Minister Modi. We won't be taking questions now. I'll be having a news conference at 5 o'clock, and we'll take plenty of questions. Thank you all very much. Thank you. Thank you, Excellency. This concludes the press event. Thank you all for joining. Thank you. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു. ഹൈദരാബാദ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും സംയുക്ത പ്രസ്താവന നടത്തിയത്. 3 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു എന്നതാണ് അതിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനുശേഷം തുടർന്ന് സഹകരിക്കാൻ കഴിയുന്ന സാധ്യതകളും മേഖലകളും എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു പ്രസ്താവനയുമാണ് അവർ നടത്തിയത്. രാധാകൃഷ്ണൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തെല്ലാമാണ് ഈ കരാറുകളുടെ സ്വഭാവം? നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള വാണിജ്യ കരാർ എന്നത് എന്തായാലും സംഭവിച്ചിട്ടില്ല. മറ്റെന്തെല്ലാമാണ് ഇപ്പോൾ അവർ പ്രസ്താവിച്ചിട്ടുള്ള വിവരങ്ങൾ, ഒപ്പം കരാറുകളുടെ വിശദാംശങ്ങളും? തീർച്ചയായിട്ടും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപാര കരാർ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, വ്യാപാര കരാർ സമയബന്ധിതമായി നടപ്പാക്കും എന്നത് പറഞ്ഞൊഴിച്ചാൽ മറ്റൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടായി വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സുദൃഢവും കാലങ്ങൾ നീളുന്ന വിധത്തിൽ കൂടുതൽ സൗകര്യത്തോടു കൂടിയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന പ്രധാന പ്രസ്താവനയാണ് ഇതിലുള്ളത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് ഏറ്റവും പ്രധാനമായും ഇരു നേതാക്കളും വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിൽ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ $3 ബില്യൺ അമേരിക്കൻ ഡോളറിനുള്ള ഹെലികോപ്റ്റർ ഇടപാട് നടക്കും. അതിന് ഉള്ള കരാർ ഒപ്പിടും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഒപ്പം
ഡൽഹിക്ക് മിസൈൽ കവചം ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്ന കാര്യത്തിലും ഉള്ള നടപടികളും കരാറും ഉണ്ടാകും. പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിന്റെ കാര്യത്തിലും ഏതാണ്ട് ധാരണയായി എന്ന സൂചനയാണ് അദ്ദേഹം വാക്കുകളിലൂടെ നൽകിയത്. BECA യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളിയാകും, പ്രതിരോധ മേഖലയിൽ സഹകരിക്കുന്ന പങ്കാളിയായി മാറും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള ഇരു രാജ്യങ്ങളുടെയും സഹകരണം കൂടുതൽ വിപുലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഊർജ്ജമടക്കമുള്ള മേഖലകളിലാണ് എടുത്ത് പറയേണ്ടത്. ഊർജ്ജ മേഖലയിലടക്കം ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സഹായം ലഭ്യമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യവും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകേണ്ടതിന്റെ ആവശ്യകതയും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നാണ് ഇരു നേതാക്കളും അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായും ഭീകരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ഇരു നേതാക്കളും അവരുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇപ്പം ഈ നടത്തിയ സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഈ കരാറുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രിന്റഡ് നോട്ട് അല്പസമയത്തിനുള്ളിൽ ലഭിക്കും. അതിനുള്ളിൽ ഈ കരാർ എന്തൊക്കെയാണ്, ഇതിന് എത്ര വീതം തുകയാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടാകും. ഏതായാലും പ്രധാനമായും 3 കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഈ 3 കരാർ കൂടാതെ ചില ഉപകരാർ കൂടി ഉണ്ടാകും. ഏതാണ്ട് 6 കരാറുകൾ വരെ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹർഷൻ, 3 കരാറുകളും അതിൻ്റെ ഉപകരാറുകളുമാണ് ഉൾപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഇടപാട് എന്ന് പറയുന്നത്. $300 ബില്യൺ പ്രതിരോധ ഹെലികോപ്റ്റർ ഇടപാട് തന്നെയാണ്. You are watching 24. നമുക്ക് വീണ്ടും ന്യൂസ് ട്രാക്കിലേക്ക് കിടക്കുന്നു, വാർത്തകളിലേക്ക് കിടക്കുന്നു. കൂടുതൽ വാർത്തകൾ ഉണ്ടായിരുന്നു, ആ വാർത്തകളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ ട്രംപിൻ്റെയും പ്രധാനമന്ത്രിയുടെയും സംയുക്ത പ്രസ്താവനയിൽ കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നതുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്കെതിരെ ആരോപണവുമായി PT തോമസ് MLA. 2001 പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയിലെ 6 ചോദ്യങ്ങൾ KAS പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടു എന്നാണ് PT തോമസിന്റെ ആരോപണം. പാകിസ്ഥാൻ ചോദ്യപേപ്പർ പകർത്തിയെഴുതുകയായിരുന്നുവെന്നും അന്വേഷണം നടത്തണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. മാസം 22-ാം തീയതി നടത്തിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ 6 ചോദ്യങ്ങൾ 2001 പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് PSC ചെയർമാൻ MK സക്കീർ പ്രതികരിച്ചു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിലബസ് ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്, ചോദ്യങ്ങൾ ഒരുപോലെയാകുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും സക്കീർ വ്യക്തമാക്കി. സിവിൽ സർവീസ് പരീക്ഷകളെപ്പറ്റി MLA കൂടുതൽ പഠിക്കണമെന്നും തെറ്റിദ്ധാരണ പരത്തരുതെന്നും MK സക്കീർ 24-നോട് പറഞ്ഞു. യാതൊരു അസ്വാഭാവികതയുമില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്ക് അന്നെല്ലാം ചോദ്യം ഇടുന്ന ഇവിടെ ആരുമല്ല. 200 ചോദ്യത്തിനകത്ത് ഏതെങ്കിലും ചോദ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ട് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഇറാനോ ഇറാഖോ ഇസ്രായേലോ ഈജിപ്റ്റോ ഒക്കെ വരുമായിരിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ലോകമല്ലേ, ലോകത്തിന്റെ സംബന്ധിച്ചല്ലേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. കുട്ടനാട് സീറ്റിൽ തോൽവി താങ്ങാൻ മുന്നണിക്കാവില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. എന്തു വില കൊടുത്തും കുട്ടനാട്ടിൽ ജയിക്കുന്നതിന് എല്ലാവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ബെന്നി ബെഹനാൻ UDF യോഗത്തിൽ പറഞ്ഞു. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു. ഇതോടെ സീറ്റ് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിനായി ഇന്ന് തന്നെ ഉഭയകക്ഷി ചർച്ച നടത്താൻ ധാരണയായി. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റ് തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരാണ് മത്സരിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസുകാർ മാത്രമല്ല ചർച്ച, എല്ലാ ഘടകകക്ഷികളുമായിട്ടും ഞങ്ങൾ ഉഭയകക്ഷി ചർച്ച നടത്തുന്നുണ്ട്. കുട്ടനാടിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ലാതെ പരിഹരിക്കപ്പെടും. സംസ്ഥാനത്ത് പബ്ബുകളും ബ്രൂവറികളും ഉടനില്ല. നിലവിലെ ഡ്രൈഡേകൾക്ക് മാറ്റമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ബാറുകളുടെ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നും കള്ളുഷാപ്പ് ലേലം പുനരാരംഭിക്കുമെന്നും പുതിയ മദ്യനയത്തിൽ പറയുന്നു. വിനോദസഞ്ചാര മേഖലകളിലെങ്കിലും പബ്ബുകളും ബ്രൂവറികളും അനുവദിക്കാനും ഡ്രൈഡേയിൽ ഇളവ് നൽകാനുമുള്ള നീക്കത്തിൽ നിന്നാണ് സർക്കാർ പിന്മാറിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. ബാറുകളുടെ ലൈസൻസ് ഫീസ് 28 നിന്ന് 30 ലക്ഷം രൂപയാക്കുമെന്ന് പുതിയ മദ്യനയം പറയുന്നു. ക്ലബ്ബുകളുടെ ലൈസൻസ് ഫീസ് 15 നിന്ന് 20 ലക്ഷമായി ഉയർത്തി. ക്ലബ്ബ് ഭാരവാഹികൾ മാറുമ്പോൾ ലൈസൻസ് പുതുക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്.
വിമാനത്താവളങ്ങളിലെ മദ്യവിൽപ്പനശാലകളുടെ ലൈസൻസ് ഫീസ് 1 നിന്ന് 2 ലക്ഷമായാണ് ഉയർത്തിയത്. ബ്രൂവറി ടൈപ്പ് ഫീസും ഇരട്ടിയാക്കി. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് വിഭാഗത്തിൽ നിലവിലുള്ള ഫീസ് ഇരട്ടിയാകും. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർത്തിവച്ചിരുന്ന കള്ളിഷാപ്പുകളുടെ ലേലം പുനരാരംഭിക്കും. ടോഡി ബോർഡ് നിലവിൽ വരുന്നതുവരെയോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ ആകും ലൈസൻസ് നൽകുക. 2019-20 ലൈസൻസുകൾക്ക് ലേലത്തിൽ മുൻഗണന നൽകും. ആദ്യ വിൽപ്പനയിൽ പോകാത്ത ഷാപ്പുകൾ തൊട്ടടുത്ത ദിവസം തന്നെ 50% വാടക കുറച്ച് നൽകണം. അതിലും പോകാത്ത ഷാപ്പുകൾ അടുത്ത ദിവസം തൊഴിലാളികളുടെ കമ്മിറ്റിക്ക് നിലവിലെ വ്യവസ്ഥ പ്രകാരം 500 രൂപ വാടകയ്ക്ക് നൽകണമെന്നും മദ്യനയം ശുപാർശ ചെയ്യുന്നു. ഒരു തെങ്ങിൽ നിന്ന് ചെത്തുന്ന കള്ളിന്റെ അളവ് ലളിതാംബിക കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1.5 ലിറ്ററിൽ നിന്ന് 2 ലിറ്ററായി ഉയർത്തി. കള്ളിഷാപ്പിലെ ഭക്ഷണ വിൽപ്പന നിയമവിധേയമാക്കാനും മദ്യനയം ശുപാർശ ചെയ്യുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കാര്യമായ പ്രതിഷേധം ക്ഷണിച്ചു വരുത്താത്ത മദ്യനയത്തിനാണ് മന്ത്രിസഭായോഗം രൂപം നൽകിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. കൊല്ലം കുളത്തൂപ്പുഴയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനൊപ്പം തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും കേസിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതികളിലേക്ക് എത്താനുള്ള നിർണായക സൂചനകൾ ലഭിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുളത്തൂപ്പുഴയിൽ വിദേശ നിർമ്മിത വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തീവ്രവാദ മാവോയിസ്റ്റ് സംഘടനകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. വെടിയുണ്ടയുടെ സമീപത്ത് നിന്ന് തമിഴ്നാട് വൈദ്യുത ബോർഡിന്റെ ബില്ലും കണ്ടെത്തിയിരുന്നു. ഇതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ബില്ല് കോഴിഫാമിന്റേതാണെന്ന് വ്യക്തമായത്. കോഴിഫാം ഉടമയായ തമിഴ്നാട് സ്വദേശിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഈ മാസം 4-ാം തീയതിക്ക് ശേഷമാണ് വെടിയുണ്ടകൾ 30 അടി പാലത്തിന് സമീപം കൊണ്ടുവന്ന് വെച്ചതെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു. 4-ാം തീയതിയാണ് റോഡിന്റെ വീതി കൂട്ടുന്നതിനായി പ്രദേശത്ത് മണ്ണ് നിരത്തിയത്. 4-ാം തീയതിക്ക് മുൻപാണ് വെടിയുണ്ടകൾ കൊണ്ടുവന്ന് വെച്ചതെങ്കിൽ അവ മണ്ണിനടിയിൽ അകപ്പെട്ടേനെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രദേശത്ത് മണ്ണ് നിക്ഷേപിച്ച കരാറുകാർ, ലോറി ഡ്രൈവർ എന്നിവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. ഒപ്പം കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ചു. ഇവ വിശദമായി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ തെക്കൻ കേരളത്തിലുണ്ടായ സമാന സംഭവങ്ങളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതികളിലേക്ക് എത്താനുള്ള സൂചനകൾ ലഭിച്ചെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 കൊല്ലം. നിർഭയ കേസിലെ പ്രതികളെ 3-ാം തീയതി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയേക്കില്ല. നിയമ നടപടികൾ പൂർത്തിയാക്കിയ പ്രതികളുടെ വധശിക്ഷ വേഗത്തിൽ നടപ്പാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കുന്നത് കോടതി മാർച്ച് 5-ലേക്ക് മാറ്റി. വധശിക്ഷ സംബന്ധിച്ച ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തണമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങൾ വൈശാഖ്. ശരി, നമുക്ക് മറ്റു വാർത്തകളിലേക്കും. പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയില്ലെന്ന ജസ്റ്റിസ് B. കമാൽ പാഷ. സമരം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുന്നത് ഇതിന്റെ തെളിവാണ്. മുഖ്യമന്ത്രിക്ക് പലരെയും ഭയം കാണുമെന്നും കമാൽ പാഷ ആരോപിച്ചു. കമാൽ പാഷ ജമാഅത്തെ ഇസ്ലാമിയുടെ നാവാകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനാണ് മറുപടി. പേരെടുത്തു പറയാതെ കമാൽ പാഷയ്ക്കെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനം ഇങ്ങനെ: ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ന്യായാധിപന്റെ സ്വരം അടുത്ത ദിവസം കേൾക്കാനിടയായി. ഇതിനാണ് കമാൽ പാഷ മറുപടി നൽകിയത്. പൗരത്വ നിയമഭേദഗതിക്കെതിരായ സമരത്തിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയില്ല. കടകളടച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ പോലും കേസെടുത്തത് ഇതിന്റെ തെളിവാണ്. പൗരത്വ നിയമഭേദഗതിയെ എതിർക്കുന്നവരോടൊപ്പം നിൽക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഭരണകൂടത്തെ ഭയം കാണും, തനിക്കതില്ല. ഇപ്പോൾ ഇത് ഈ സമരത്തിനെ തളർത്തുക എന്നുള്ള, ഈ പ്രക്ഷോഭത്തെ തളർത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പേരെ ഭയക്കാൻ കാണും വേറെ വിധത്തിൽ. എനിക്ക് അങ്ങനെ ആരെയും ഭയക്കേണ്ടതായിട്ട് ഞാൻ കാണുന്നില്ല ഒന്നും. തനിക്ക് ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയുമായും ബന്ധമില്ല. വാളയാർ മാവോയിസ്റ്റ് കൊലപാതകം, UAPA എന്നീ വിഷയങ്ങളിൽ നിലപാടെടുത്തതിന്റെ പേരിലാകും പിണറായി വിജയന്റെ വിമർശനമെന്നും കമാൽ പാഷ ആരോപിച്ചു. 24 കൊച്ചി. സംസ്ഥാനത്ത് മാർച്ച് 11 മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം. കഴിഞ്ഞ 2 തവണ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഗതാഗത മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ഗതാഗത മന്ത്രി ബസ് ഉടമകൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം പ്രഖ്യാപിക്കുന്നത്. മരട് ഫ്ളാറ്റ് അഴിമതി കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം താൽക്കാലിക ചുമതല DYSP GD വിജയകുമാറിനെ ഏൽപ്പിച്ചു. കേസിൽ CPIM നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KA ദേവസിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ചുമതലയൊഴിയുന്ന DYSP ജോസി ചെറിയാൻ 24നോട് പറഞ്ഞു. ദേവസിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മരട് ഫ്ളാറ്റ് അഴിമതി കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും DYSP ജോസി ചെറിയാനെ മാറ്റിയ സാഹചര്യത്തിലാണ് DYSP GD വിജയകുമാർ ചുമതലയേറ്റിരിക്കുന്നത്. കേസിന്റെ ഫയലുകൾ ജോസി ചെറിയാൻ വിജയകുമാറിന് കൈമാറി. കേസ് അന്വേഷണം CPM നേതാവും മരട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KA ദേവസിയിലെത്തിയ സാഹചര്യത്തിലായിരുന്നു ജോസി ചെറിയാന്റെ സ്ഥലം മാറ്റം. ദേവസിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ അന്വേഷണ സംഘം സർക്കാരിന് കത്ത് നൽകിയിരുന്നെങ്കിലും സർക്കാർ മറുപടി നൽകിയിരുന്നില്ല.
ഇതിനിടെയാണ് ജോസി ചെറിയാനെ സ്ഥലം മാറ്റിയത്. കേസിൽ ദേവസിയെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ജോസി ചെറിയാൻ 24 പറഞ്ഞു. ഞാൻ ഇന്ന് കേസിൻ്റെ ഈ ഓഫീസിൻ്റെ ചാർജ് ഞാൻ ഒഴിയും. അപ്പം പുതിയ DYSPക്ക് ചാർജ് കൊടുക്കും. GD വിജയകുമാർ എന്ന് പറഞ്ഞ DYSPക്ക് ചാർജ് കൊടുക്കും. തുടർന്ന് വേറെ തീരുമാനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ അദ്ദേഹം തന്നെ കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം നടത്തും. കൂടാതെ 2 DYSPമാരെയും കൂടി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ദേവസിയെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദേവസിയെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മുൻമന്ത്രി കെ ബാബു പറഞ്ഞു. CPMന്റെ നേതാവ് ആരായിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ നടപടി ഉണ്ടായേ തീരൂ. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന നിലപാട് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ളതാണ്. അനധികൃതമായി ഫ്ളാറ്റ് പണിയാൻ ദേവസി ഒത്താശ ചെയ്തതായി CPM അംഗങ്ങളടക്കം മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. സാഹിൻ ആന്റണി, 24 കൊച്ചി.